നമസ്കാരം, ഞാൻ അഞ്ജലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. തെളിയുന്ന ചോരപ്പാടുകൾ. കണ്ണൂരിൽ RSS പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ 7 പ്രതികളെയും തിരിച്ചറിഞ്ഞതായി പോലീസ്. കൊല നടത്തിയത് രാമന്തളി സ്വദേശി റിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം. 3 പേർ പിടിയിലായ സംഭവത്തിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം വാടകയ്ക്കെടുക്കാൻ സഹായിച്ചത് രാമന്തളി സ്വദേശി ജിജീഷ്. അതേസമയം കണ്ണൂരിലെ അക്രമ സംഭവത്തിൽ അടിയന്തര നടപടിക്ക് സർക്കാരിന് ഗവർണറുടെ നിർദ്ദേശം. BJP നേതാക്കളുടെ നിവേദനത്തെ തുടർന്ന് ഗവർണർ പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ വ്യക്തമാകുന്നത് അക്രമങ്ങൾ ആവർത്തിക്കുന്നതിലെ അനിഷ്ടവും നീരസവും. അസ്വസ്ഥത ഉളവാക്കുന്ന ഇത്തരം സംഭവങ്ങൾ കരുതിവെത്തണമെന്ന് ഗവർണർ. കണ്ണൂർ കൊലക്കേസിൽ CPM-ന് പങ്കില്ലെന്ന പാർട്ടി ജില്ലാ നേതൃത്വം കൈകഴുകുമ്പോൾ RSS പ്രവർത്തകന്റെ കൊലപാതകത്തെ ഒറ്റപ്പെട്ട സംഭവമായി കാണണമെന്ന് മുഖ്യമന്ത്രി. സംഭവം ദൗർഭാഗ്യകരമെന്നും അത് ജില്ലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വിഘാതമാകരുതെന്നും പിണറായി. മാറ്റമില്ലാതെ മാണി കോൺഗ്രസ്. കേരള കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത തുടരുന്നതിനിടെ നിലപാട് ആവർത്തിച്ച് KM മാണി. ഏതു മുന്നണിയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് താനെന്ന് പ്രതികരണം. ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരുന്നത് സ്വന്തം കാലിൽ നിൽക്കാനെന്നും KM മാണി. കേരള കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി കോൺഗ്രസിൽ വീണ്ടും ഭിന്നത. മാണി കോൺഗ്രസിനെ വേണ്ടെന്ന് കോട്ടയം DCC ആവർത്തിക്കുമ്പോഴും നിലപാട് മയപ്പെടുത്തി A ഗ്രൂപ്പ്. UDF-ലേക്ക് മടങ്ങിവരണോ എന്ന് തീരുമാനിക്കേണ്ടത് മാണിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പ്രതികരണം കോട്ടയത്തെ UDF യോഗത്തിൽ. തിരുവഞ്ചൂരിന്റെ നിലപാട് മാറ്റത്തിൽ ആശങ്ക അറിയിച്ച് കോട്ടയം DCC. മാണിക്കെതിരായ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനം. മാണി വിഷയത്തിൽ DCC നിലപാട് മയപ്പെടുത്താത്തതും നേതാക്കളിലെ മഞ്ഞുരുകലിന്റെ സൂചനയിലും ആശങ്കയോടെ സംസ്ഥാന നേതൃത്വം. കോടികൾ ചോർത്തിയ ലാത്തി. പെയിന്റടി വിവാദത്തിനു പിന്നാലെ മുൻ പോലീസ് മേധാവിക്ക് കുരുക്കായി ലാത്തി അഴിമതി. ലോക്നാഥ് ബെഹ്റ DGP ആയിരിക്കെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയത് ഗുണനിലവാരം ഇല്ലാത്ത ലാത്തിയും കലാപ നിയന്ത്രണ സംവിധാനങ്ങളും. പോലീസ് നവീകരണ ഫണ്ടിലെ കോടികൾ വിനിയോഗിച്ചത് നിബന്ധനകൾ കാറ്റിൽ പറത്തിയെന്ന് റിപ്പോർട്ട്. ബെഹ്റ പോലീസ് മേധാവി ആയിരിക്കെ പർച്ചേസ് നിബന്ധനകൾ പാലിക്കാതെ പോളികാർബണേറ്റഡ് ലാത്തികൾ വാങ്ങിയത് മഹാരാഷ്ട്ര കമ്പനിയിൽ നിന്ന്. തൊട്ടാലൊടിയുന്ന ലാത്തിയുടെ തനിനിറം പുറത്തായതോടെ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ലാത്തികൾ ഉപേക്ഷിച്ചത് പോലീസ് ക്യാമ്പുകളിൽ. ബെഹ്റയുടെ ഉത്തരവിൽ പോലീസിനായി കലാപ നിയന്ത്രണ സംവിധാനങ്ങൾ വാങ്ങിയതിലും കോടികളുടെ ദൂർത്ത്. എസ്റ്റിമേറ്റ്, ടെൻഡർ, കരാർ രേഖകളില്ലാതെ വാങ്ങിയത് 80ഓളം ഉപകരണങ്ങളെന്ന് കണ്ടെത്തൽ. കശ്മീർ സൈനികർ ഉപയോഗിക്കുന്ന തരം ശരീരരക്ഷാ സംവിധാനങ്ങൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ലെന്നും ആക്ഷേപം. കുടുങ്ങുന്ന വെളിപ്പെടുത്തൽ. കൈക്കൂലി വിവാദത്തിന് പിന്നാലെ ആം ആദ്മി സർക്കാരിനെതിരെ സ്ഫോടക വെളിപ്പെടുത്തലുമായി കപിൽ മിശ്ര. ഹവാല ഇടപാടിലൂടെ ആദ്മി സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് ആരോപണം. വിദേശ ഫണ്ട് സംബന്ധിച്ച് പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചത് തെറ്റായ വിവരങ്ങൾ. ഡൽഹിയിൽ മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിച്ചതിൽ അഴിമതിയെന്നും മിശ്ര. ആദ്മി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു പിന്നാലെ വിവാദങ്ങളുമായി നിരന്തരം രംഗത്തെത്തുന്ന മിശ്രയുടെ പ്രതികരണം ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിൽ. പുതിയ തെളിവുകൾ CBIക്ക് കൈമാറുമെന്നും വിശദീകരണം. അരവിന്ദ് കെജ്രിവാളിന്റെ പേരിൽ 100ഓളം കമ്പനികളുണ്ടെന്നും അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ടെന്നും ആരോപണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.